നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറസ്റ്റ്, അന്വേഷണം, തെളിവ് ശേഖരണം, കുറ്റപത്രം, വിചാരണ, ശിക്ഷ വിധിക്കൽ, നടപ്പാക്കൽ, ഇത്രയും നീണ്ട നടപടിക്രമങ്ങളിലൊന്നും UP പോലീസിന് വിശ്വാസമില്ല. ആളെ കൊന്നാൽ തിരിച്ചു കൊല്ലുക, അതാണ് കഴിഞ്ഞ 10 വർഷമായി നയം. എന്നാൽ അതേ നയം തന്നെയാണോ പശ്ചിമ ബംഗാളിൽ അധികാരത്തിലേറിയ സുവേന്ദു അധികാരിയും പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരിക്കുന്ന സംഭവം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പശ്ചിമ ബംഗാളിലെ ബാരൂയിപൂരിൽ ഒരു 11 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെ നാടകീയ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ പ്രഭാഷ് മൊണ്ടാൽ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ തെളിവെടുപ്പിനായി കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് എത്തിച്ചപ്പോൾ പ്രതി പോലീസിന്റെ തോക്ക് തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് വെടിവയ്പുണ്ടായതെന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു. പെൺകുട്ടിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കുളത്തിൽ നിന്ന് കണ്ടെത്തിയതിന് പിന്നാലെ അറസ്റ്റിലായ 3 പ്രതികളിൽ ഒരാളാണ് പ്രഭാഷ് മൊണ്ടാൽ. ആനന്ദ് സർദാർ, ദിവാകർ സർദാർ എന്നിവരാണ് അറസ്റ്റിലായ മറ്റു പ്രതികൾ. കേസുമായി ബന്ധപ്പെട്ട് കബീർ മൊല്ല എന്ന 4-ാമനെയും ബസീർ ഹോട്ടലിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ തമ്പടിച്ച വിജനമായ സ്ഥലത്തേക്ക് പെൺകുട്ടിയെ തന്ത്രപൂർവ്വം എത്തിക്കുകയായിരുന്നു പ്രഭാഷ് മൊണ്ടാലിന്റെ ചുമതല. പീഡനത്തിന് ശേഷം പെൺകുട്ടിയെ ചാക്കിൽ കെട്ടി കുളത്തിൽ തള്ളുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസകോശത്തിൽ വെള്ളം കണ്ടെത്തിയതിനാൽ കുളത്തിലേക്ക് എറിയുമ്പോൾ പെൺകുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതായത് അതിക്രൂരമായ പീഡനത്തിനിരയാക്കി ജീവനോടെ തന്നെയാണ് ആ പെൺകുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിട്ടത്. ഞായറാഴ്ച പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് തെക്കൻ കൊൽക്കത്തയുടെ പ്രാന്തപ്രദേശങ്ങളിൽ വൻ ജനരോഷമാണ് അലയടിച്ചത്. റെയിൽവേ ട്രാക്കുകൾക്ക്, പോലീസ് വാഹനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. അതിനിടെ പീഡനത്തിൽ പങ്കുണ്ടെന്ന് സംശയിച്ച് ഇന്ദ്രജിത്ത് മൊണ്ടാൽ എന്നൊരു നിരപരാധിയായ യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥ പ്രതികൾ അപ്പോഴും ഒളിവിലായിരുന്നു. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 20ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം നടന്ന ബാരൂയിപൂരിലെത്തി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെയും ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദ്രജിത്തിന്റെയും കുടുംബങ്ങളെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേരിട്ട് കണ്ടു. അക്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്ത 200ഓളം പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെ പോലും വെറുതെ വിടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ കർശന നടപടികൾ സ്വീകരിക്കാൻ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് 72 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറൽ സിദ്ധാർത്ഥ് ഗുപ്തയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പെൺകുട്ടിയുടെ മരണത്തെ തുടർന്ന് തെക്കൻ ബംഗാളിലെ പ്രാന്തപ്രദേശങ്ങളിൽ വ്യാപക പ്രതിഷേധമാണ് അരങ്ങേറിയത്. രോഷാകുലരായ ജനക്കൂട്ടം റെയിൽവേ ട്രാക്കുകളും പോലീസ് വാഹനങ്ങളും എല്ലാം തകർത്തു. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ 20 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ പേരിലാണ് ഇന്ദ്രജിത്ത് മൊണ്ടാൽ എന്ന നിരപരാധിയായ ഒരു യുവാവിനെ ജനക്കൂട്ടം തല്ലിക്കൊന്ന സംഭവത്തിലും ഇവർക്ക് പങ്കുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ബാരൂയിപൂർ സന്ദർശിച്ച മുഖ്യമന്ത്രി സുവേന്ദു അധികാരി കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ നടപടി എടുക്കുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഒരാളെ പോലും വെറുതെ വിടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറ്റവും ക്രൂരമായ ഒരു കുറ്റകൃത്യത്തിന്റെ മുഖ്യപ്രതിയായ പ്രഭാസ് മൊണ്ടാൽ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് വലിയ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. പോലീസ് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിവരികയാണ്. സമാനമായ രീതിയിൽ കുറ്റവാളികൾ പിടിയിലായ ശേഷം ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് നിയമപാലകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. മമതാ ബാനർജി അധികാരത്തിലിരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ക്രൂര സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലുള്ള ഒരു പ്രമുഖ സർക്കാർ മെഡിക്കൽ കോളേജായ ആർജിക്കർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ച് 2024 ഓഗസ്റ്റിൽ ഈ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ഒരു യുവ ജൂനിയർ ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ട സംഭവം രാജ്യത്തുടനീളം വലിയ ജനരോഷത്തിനും പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. ഈ കേസിന്റെ പ്രാരംഭ അന്വേഷണത്തിൽ വലിയ വീഴ്ചകൾ വരുത്തിയതിനെ തുടർന്ന് മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായി. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മമതാ സർക്കാർ എടുത്തത്. അന്ന് അവിടെ കൊല്ലപ്പെട്ട ഡോക്ടറുടെ അമ്മ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട BJP MLA കൂടിയാണിപ്പോൾ.
മകളുടെ വിയോഗത്തെ തന്റെ വ്യക്തിപരമായ നഷ്ടമായും മമതാ ബാനർജിയുടെ ഭരണപരാജയത്തെ രാഷ്ട്രീയ പതനവുമായാണ് അവർ വിമർശിച്ചത്. യുവ ഡോക്ടർ ഭക്ഷണം കഴിച്ചത് മുതൽ മൃതദേഹം സംസ്കരിക്കുന്നത് വരെയുള്ള സംഭവ വികാസങ്ങൾ അന്വേഷിക്കാൻ സിബിഐയുടെ 3 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. യുവ ഡോക്ടറുടെ ബലാത്സംഗവും കൊലപാതകവും സംസ്ഥാനത്തും രാജ്യത്തെ ഡോക്ടർമാരുടെ സമൂഹത്തിനിടയിലും വലിയ പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു. കുറ്റകൃത്യത്തിൽ നിരവധി വ്യക്തികൾക്ക് നേരിട്ടും അല്ലാതെയും പങ്കുണ്ടെന്നും എല്ലാ സംശയമുള്ളവരും അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ലെന്നും രത്ന ആവർത്തിച്ച് ആരോപിച്ചു. ഉറവിടങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരം കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണമെന്ന് താൻ കരുതുന്ന വ്യക്തികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അവർ നേരത്തെ മുഖ്യമന്ത്രി അധികാരിക്ക് ഒരു മുദ്ര വെച്ച കത്തും നൽകിയിരുന്നു. ഏതായാലും ഭരണം മാറി മമതയല്ല സുവേന്ദു അധികാരി. ഇനി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ അവർ സമ്മതിക്കില്ല. വളരെ വേഗത്തിലുള്ള മറുപടിയായിരിക്കും ലഭിക്കുക. ഒരു ശുദ്ധികലശമാണ് ഇപ്പോൾ ബംഗാളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഒരു എൻകൗണ്ടർ. പീഡനങ്ങൾ തുടർന്നാൽ എൻകൗണ്ടറുകൾ ഇനിയും കൂടും. യോഗി ഭരിക്കുന്ന യുപിയിൽ 2017 ശേഷം 15,726 ഏറ്റുമുട്ടലുകൾ നടത്തിയിട്ടുണ്ട് യുപി പോലീസ്. അതിൽ 256 കൊടും കുറ്റവാളികളെ വകവരുത്തി. 10,324 പേർക്ക് പരിക്കേറ്റു. 31,960 ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തു. ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടലുകൾ നടന്നത് മീററ്റ് സോണിലാണ്, 4,453 എണ്ണം. കൊല്ലപ്പെട്ടത് 85 പേർ. കുറ്റവാളികളുടെ വെടിയേറ്റ് 2 പോലീസുകാരും മരിച്ചു. പരിക്കേറ്റ 3,131 പേരിൽ 461 പേർ പോലീസുകാരാണ്. 1,108 ഏറ്റുമുട്ടലുകൾ നടന്ന വാരണാസിയാണ് സർക്കാർ പുറത്തുവിട്ട എലിമിനേഷൻ പട്ടികയിൽ 2ാം സ്ഥാനത്ത്. ഇവിടെ 27 ക്രിമിനലുകൾ കൊല്ലപ്പെട്ടു. ആഗ്ര സോണിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ നടന്ന 2,374 ഏറ്റുമുട്ടലുകളിൽ 22 കുറ്റവാളികളെ വകവരുത്തി. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക, ഭയരഹിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, ഇതാണ് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾക്ക് ഉത്തർപ്രദേശ് സർക്കാർ നൽകുന്ന ന്യായീകരണം. സ്വാഭാവികമായി നടക്കുന്ന ഏറ്റുമുട്ടലുകളല്ല എല്ലാം എന്നതിന് ഈ നിലപാട് തന്നെ തെളിവ്.